അരുണാചൽ പ്രദേശിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ചൈനയിൽ അറസ്റ്റിലായ ഓൺ റോഡ് ഇന്ത്യൻ എന്നറിയപ്പെടുന്ന വ്ളോഗർ അനന്ത് മിത്തൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തന്റെ ദുരനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് വൈറലായ വീഡിയോയ്ക്ക് നിരവധി പ്രതികരണങ്ങളാണ് വന്നത്. അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് വിശേഷിപ്പിച്ചതിന് അനന്ത് മിത്തൽ എന്ന ഇന്ത്യൻ ട്രാവൽ ബ്ലോഗറെ നവംബർ 16-ന് ചൈനയിൽ ഏകദേശം 15 മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തു. ഇതിലൂടെ ചൈനയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് പുറത്തു വരുന്നതെന്നാണ് പല വിമർശകരും അഭിപ്രായപ്പെടുന്നത്. തനിക്ക് രാഷ്ട്രീയ ബന്ധങ്ങളോ ദുരുദ്ദേശങ്ങളോ ഇല്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. തന്റെ യാത്രകളിലൂടെ ലോകത്തെ കാണിക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എനിക്ക് ആരോടും വെറുപ്പില്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്റെ കണ്ണുകളിലൂടെ ഈ ലോകം നിങ്ങളുമായി പങ്കിടുന്നു. ഒരു രാഷ്ട്രീയ അജണ്ടയുമായും എനിക്ക് ബന്ധമില്ല എന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ എഴുതി. 3 വർഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് താൻ പഠിച്ചതെന്ന് അനന്ത് വിശദീകരിച്ചു. ആ മേഖലയുമായി തനിക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഒരു അരുണാചൽ പൗരനെ ചൈനയിൽ തടവിലാക്കിയ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം വികാരാധീനനായി. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ നിർമ്മിച്ചതാണ് സ്ഥിതിഗതികൾക്ക് കാരണമായത്. താൻ സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. മുഴുവൻ കഥയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. വീഡിയോ സമ്മർദ്ദത്തിന് വഴങ്ങി നിർമ്മിച്ചതല്ലെന്നും തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഈ വലിയ ശക്തികൾക്ക് മുന്നിൽ ഞാൻ വളരെ ചെറുതാണ്. ഈ അടിക്കുറിപ്പ് എഴുതുമ്പോൾ ഞാൻ ഇപ്പോഴും കരയുകയാണെന്നും അദ്ദേഹം എഴുതി. ഞാൻ സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തി. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരോടും ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. നമസ്തേ, അദ്ദേഹം എഴുതി. ചൈനയിൽ തനിക്കുണ്ടായ ഭയാനകമായ അനുഭവത്തെക്കുറിച്ച് മിത്തൽ വീഡിയോയിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. രാജ്യത്ത് പ്രവേശിച്ച നിമിഷം തന്നെ ഇമിഗ്രേഷനിൽ തടഞ്ഞു വെച്ചതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരുന്നു. ഇത് അവരുടെ സിസ്റ്റത്തിൽ ഒരു അലേർട്ട് സൃഷ്ടിച്ചു. ഒരു ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഒരു തടങ്കൽ പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ മറ്റ് നിരവധി വിദേശ പൗരന്മാർ തടവിലായിരുന്നു. 2 മണിക്കൂറോളം ആരും അദ്ദേഹത്തോട് സംസാരിക്കാതിരുന്നപ്പോൾ സ്ഥിതി ഗുരുതരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് ഒരു ചൈനീസ് ഉദ്യോഗസ്ഥൻ അവനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഒന്നും റെക്കോർഡ് ചെയ്യാതിരിക്കാൻ അവന്റെ ഫോണും ക്യാമറയും പിടിച്ചെടുത്തു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സഹായിച്ച തന്റെ ഐപാഡ് പരിശോധിക്കാൻ അവർ മറന്നുപോയതായി അയാൾ ശ്രദ്ധിച്ചു. മണിക്കൂറുകൾ വിശദീകരണമില്ലാതെ കടന്നുപോയി. പുലർച്ചെയോടെ അവൻ പലതവണ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ദാഹിക്കുന്നതായും ഭയക്കുന്നതായും അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലെന്നും അവൻ പറഞ്ഞു. ബ്ലോഗർക്ക് ഒരിക്കൽ വെള്ളം കൊടുത്തു. അവൻ പലതവണ ഭക്ഷണം ചോദിച്ചു, പക്ഷേ ഒന്നും ലഭിച്ചില്ല. 12 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ 13. അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള തന്റെ വീഡിയോ കണ്ടപ്പോൾ അവൻ കരഞ്ഞു. വീഡിയോയിൽ ചൈനയിൽ തടവിലാക്കപ്പെട്ട ഒരു അരുണാചൽ പൗരനെ അദ്ദേഹം പിന്തുണച്ചു. ആ വീഡിയോ ആയിരിക്കാം സാഹചര്യത്തിന് കാരണമായതെന്ന് അയാൾ മനസ്സിലാക്കി. ഇന്ത്യയിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ബ്ലോഗർ ഭയപ്പെട്ടു. 15 മണിക്കൂറിന് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തി ശാന്തമായി അദ്ദേഹത്തോട് തന്റെ നടപടിക്രമം പൂർത്തിയായി എന്നും അദ്ദേഹം രാജ്യം വിടണമെന്നും പറഞ്ഞു. അനന്ത് നടുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ താനൊരു ലളിതമായ ട്രാവൽ വ്ളോഗർ മാത്രമാണ്. സ്റ്റാർട്ടപ്പ് കാലം മുതൽ ചൈനയിൽ സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ചൈനീസ് എംബസികൾ തന്റെ ഭയം മനസ്സിലാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ആ അരുണാചൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി. ഞങ്ങൾ വളരെ ചെറിയ ആളുകളാണ്, ഞങ്ങൾക്കൊരു മൂല്യവുമില്ല എന്നുമാണ് അദ്ദേഹം ആ വീഡിയോയിൽ കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.